ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. 20,280 പോയിന്റുകളുടെ സാധനങ്ങൾ നിങ്ങൾ പണിപ്പുരയിൽ നിന്നും എടുത്തതിനാൽ 20 ടാസ്കുകൾ അടിമകളായിട്ടുള്ള 7 പേര് ചേർന്ന് നിന്ന് പൂർത്തിയാക്കണം. ഈ 20 റൗണ്ടുകളും പൂർത്തിയാക്കാതെ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ഏരിയ വിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. ഇതാണ് കേട്ടോ ടാസ്ക് ലെറ്ററിൽ നമ്മുടെ ഒനിയിൽ നിന്ന് വായിക്കുന്നത്. സംഭവം ആക്ടിവിറ്റി ഏരിയയിൽ 4 ബെഡുകൾ ഇട്ടിരിക്കുന്നത് ലൈവില് കാണിച്ചിരുന്നു. ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാതെ ബെഡ്റൂമിൽ പോയി ഉറങ്ങാൻ പോലും അടിമകളെ കൊണ്ട് സമ്മതിക്കില്ല. അതിനായിരിക്കും ബിഗ് ബോസ് അവർക്ക് അങ്ങനെ ഒരു സെറ്റിംഗ് ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 20,000 പോയിന്റിന്റെ അകത്ത് 10,000 പോയിന്റുകളുടെയെങ്കിലും സാധനങ്ങൾ കാണും. അത്രയും സംഭവങ്ങൾ ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു പ്രോമോയില്. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും അടിമകളായിട്ടുള്ള ആ ഒരു 7 പേര് 20 ടാസ്കുകളും എത്ര വൈകിയാണെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് ആക്ടിവിറ്റി ഏരിയ വിട്ട് പുറത്തേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 20 ടാസ്കുകളും ഓരോ ചെറിയ ഗെയിമുകളാണ് കേട്ടോ. മറ്റേ ബോൾട്ട് എടുത്ത് വെച്ച് അറേഞ്ച് ചെയ്യുന്ന പരിപാടിയും പിന്നെ കപ്പ് അറേഞ്ച് ചെയ്യുന്ന ടാസ്കും അങ്ങനത്തെ ടാസ്കുകളൊക്കെയാണ്. ബോട്ടിൽ ഫ്ലിപ്പ് അടിക്കുന്ന ടാസ്കും. പക്ഷെ രാത്രി ഫുൾ പോകാനുള്ള വകയുണ്ട്. കാരണം 20 റൗണ്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓരോ റൗണ്ടും 1000 പോയിന്റുകളുടെ റൗണ്ടുകളാണ്. പ്രോമോ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. രാത്രി ഫുൾ നീണ്ടു പോകാനുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ലൈവിൽ എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. എന്തായാലും നല്ല 7 പണിയാണ് അനീഷ്, ഒനീല്, റെന, ആര്യൻ, ഷാനവാസ്, അക്ബർ, ബിന്നി എന്നിവർക്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അടിമകൾ ലിറ്ററലി അടിമപ്പണി എടുക്കേണ്ട കാഴ്ചയാണ് നമ്മളിപ്പോ കാണാനായിട്ട് പോകുന്നത്. അത് മാസ്ക് വെച്ചിട്ടാണ് ഇവര്, നെവിന്റെയും മെജസേലിന്റെയും ആണെന്ന് തോന്നുന്നു, മാസ്കുകൾ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. അടിമകളുടെ പണി തന്നെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും